പീസ് റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുക എന്നതാണല്ലോ. നമുക്കിന്ന് ഈശോയോടൊപ്പം ഗത്സമൻ രാത്രിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവിടെ സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് ഈശോയോടൊപ്പം ധ്യാനിക്കാം. അവിടെയാണ് സഹോദരങ്ങളെ ഈശോ തീർത്തും ഏകനായി പോയ ദിവസം, എല്ലാവരാലും അവൻ ഒറ്റപ്പെട്ടു പോയ ദിനം. അതെ, അന്ന് അവൻ തീർത്തും ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം പോലും അവനെ കൈവെടിഞ്ഞു എന്ന് തോന്നിപ്പോകുന്ന ദിനം കൂടിയായിരുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് ഈശോ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ ദിവസം. ഒറ്റപ്പെട്ടവന്റെ വേദനകൾ മനസ്സിലാക്കണമെങ്കിൽ നാം അങ്ങോട്ട് നോക്കണം. അങ്ങനെയല്ല, അവന് മാത്രമേ അത് മനസ്സിലാകൂ. കാരണം അവൻ എല്ലാ വേദനകളിലൂടെയും കടന്നുപോയതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയാണ്. മനുഷ്യരിൽ ഒരാളാകാൻ, അവനെ അതിയേറ്റ് സ്നേഹിക്കാൻ, സ്വർഗത്തിൻ്റെ സർവമഹത്വവും വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ തീർത്തും ഒറ്റയ്ക്കായത് അവിടെയാണ്. ദൈവപിതാവിൻ്റെ ഏകജാതൻ, കന്യകയുടെ പുത്രൻ, അകമ്പടി സേവിക്കാൻ 12 ശിഷ്യന്മാരുടെ ഗണം, കൂട്ടിച്ചേർക്കാൻ വിശേഷണങ്ങൾ ഏറെ ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ അവനായ ദിവസം. ഈശോ ഇപ്പോൾ അവിടെ ഗത്സമനിയിൽ 2 കൈകളും ഒരു പാറക്കല്ലിൽ വെച്ച് നിസ്സഹായനായി മുകളിലേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കല്ലേറു ദൂരത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങുകയാണ്. നിന്നെ ഞാൻ ഒന്നിനു വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞവൻ, വരും നാളുകളിൽ ചിതറിപ്പോകുന്ന തൻ്റെ കുഞ്ഞാടുകളെ നയിക്കേണ്ടവൻ, നാളെ ഞാൻ തീർത്തും അവനെ അറിയില്ല എന്ന് പറയാനിരിക്കുന്ന പ്രസ്താവനയോർത്ത് ഈശോയുടെ നെഞ്ചുരുകിയ രാത്രി. ഇത് തന്നെ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനും അവനോട് ചെയ്തത്. കുറച്ചു മുൻപ് അവൻ്റെ ശിരസ് ഈശോയുടെ ചങ്കിലായിരുന്നു. ഈശോയുടെ ഹൃദയമിടിപ്പ് അവൻ കേട്ടതാണ്. താളം തെറ്റിയിടിക്കുന്ന അവൻ്റെ ഹൃദയതാളം എന്തേ യോഹന്നാൻ അറിയാതെ പോയത്? അവൻ്റെ ഹൃദയത്തിൽ എരിയുന്ന നെരിപ്പോട് മനസ്സിലാക്കാൻ മാത്രം ഹൃദയബന്ധം യോഹന്നാൻ ഈശോയോട് ഉണ്ടായിരുന്നില്ലേ? ഈ ലോകത്തിൽ തന്നെ ഏറെ സ്നേഹിക്കുന്ന, തൻ്റെ മുഖത്തിൻ്റെ ഭാവമൊന്ന് മാറിയാൽ പോലും മനസ്സിലാക്കുന്ന തൻ്റെ വാത്സല്യനിധിയായ അമ്മ അടുത്തില്ലാത്തതും ഈശോയെ വേദനിപ്പിക്കുന്നു. നാളെ ഈ സമയത്ത് തൻ്റെ അമ്മ മകനെ നഷ്ടപ്പെട്ട വേദനയാൽ പിടയുന്നതും അമ്മ ഒറ്റയ്ക്കാകുന്നതും ഈശോയുടെ ദുഃഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. പിറ്റേന്ന് നടക്കാൻ പോകുന്ന കുരിശുമരണത്തിൻ്റെ തീവ്രതയും മനക്ലേശവും ശാരീരികമായ പീഡനങ്ങളും ഓർത്തിട്ട് ഈശോ ദുഃഖത്താൽ നെടുവീർപ്പിടുന്നു. 3 വർഷം തൻ്റെ കൂടെ നടന്നും താൻ ചെയ്തിട്ടുള്ള പരസ്നേഹ പ്രവൃത്തികൾ കണ്ടിട്ടും തന്നെ മനസ്സിലാക്കാതെ പോയ യൂദാസ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഓർത്തും ഈശോയെ ഏറെ വേദനിപ്പിച്ച രാത്രി. തനിക്ക് നടക്കാനിരിക്കുന്ന കുരിശുമരണം, അതായത് സകലത്തിൻ്റെയും സകലരുടെയും ഉടയവനായ ദൈവം തൻ്റെ തന്നെയുള്ള സൃഷ്ടിയാൽ ഒരു കള്ളനെ പോലെ ആയിരങ്ങളുടെ മുന്നിലൂടെ ഉടുതുണി പോലുമില്ലാതെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന പച്ചയായ യാഥാർത്ഥ്യത്തിൻ്റെ കാഴ്ചകളിലൂടെയെല്ലാം ഈശോ കടന്നുപോയ രാത്രി. അവൻ്റെ തലയിൽ മുൾമുടിയും തോളിൽ ഭാരമുള്ള കുരിശും മുഖത്തും ശരീരം മൊത്തവും ചോര വാർതൊഴുകും, ഇതൊക്കെ മനസ്സാലെ അവൻ കടന്നുപോയ രാത്രി. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഈശോയെ, അങ്ങ് എങ്ങനെ അങ്ങയുടെ മനസ്സിൻ്റെ നില കൈവെടിയാതെ ഇതിനെ മറികടന്നു? ഈശോയെ, ഇതിനെ അങ്ങ് അതിജീവിച്ചത് എങ്ങനെയാണ്? അങ്ങയുടെ രോമകൂപങ്ങളിലൂടെയെല്ലാം രക്തമൊഴുകിയിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് കടന്നുപോയ മാനസിക വ്യതകൾ എത്രയധികമായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്കാക്കപ്പെടുമ്പോഴെല്ലാം നമുക്കെല്ലാം മുൻപേ ഒറ്റയ്ക്കായവനെ അതിയേറ്റ് സ്നേഹിക്കാനും അവൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരാനും
കൃപ തരണമേ എന്ന്. ക്രൂശിതനെ, എന്നെ നിന്റെ സ്നേഹത്താൽ പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ. ആമേൻ. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം, ഈ ആരാധന മാത്രമാശ്വാസം. മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞുവെന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലുമൊന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ, അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം, ഈ ആരാധന മാത്രമാശ്വാസം.